ഒരു കഷ്ണം പൊറോട്ട കീറിയെടുത്ത് അതിലൊരു ബീഫും വെച്ച് വായിലേക്ക് അങ്ങ് വയ്ക്കുമ്പം ആ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. അതുപോലെ ഇക്കാക്ക ബീഫ് തേങ്ങാ കൊത്തും കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുക്കാൻ വേണ്ടി 1/2 കിലോ ബീഫ് മേടിക്കാൻ പോയിട്ട് 1 കിലോ ബീഫും വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ആയുധങ്ങളെല്ലാം നിരത്തി വെച്ച് രാജാവ് യുദ്ധം തുടങ്ങുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത സവാളയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ആൾ മല്ലിപ്പൊടി മുളക് പൊടിയും കുറച്ച് മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്തു വെച്ചായിരുന്നു കേട്ടോ. സവാളയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരഞ്ഞ് വന്നപ്പം അതിലേക്ക് പെരിഞ്ചീരകം ചേർത്തു. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മസാലകളെല്ലാം അതിലേക്കിട്ടു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കി കുക്കിംഗ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സ്റ്റൗ കത്തിച്ച് അതിലേക്കൊരു പാൻ വെച്ചിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത മസാലയെല്ലാം ആ പാനിലേക്ക് ഇട്ടു. ആ മസാല നല്ലപോലെ ഒന്ന് പാനിൽ മൂപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിനൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ ആ മസാല നല്ലപോലെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പം അടുക്കി പിടിക്കും. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാല ഇളക്കി കൊടുക്കാൻ. എന്നിട്ട് അതിലേക്ക് ആ മസാല കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുത്തു. അങ്ങനെ നമുക്ക് ബീഫ് വേവിച്ചെടുക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞപ്പം ഒരു കുക്കറിലേക്ക് ബീഫ് ഇട്ട് അതിലേക്ക് ഞങ്ങൾ ചെറിയ കുക്കർ എടുത്തപ്പോൾ അതിലേക്ക് തികഞ്ഞില്ല, അതുകൊണ്ട് വലിയ കുക്കറിലേക്ക് മാറ്റിയായിരുന്നു കേട്ടോ. ഈ തിളച്ച മസാലയെല്ലാം അതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് അതുകളെല്ലാം മിക്സ് ചെയ്തു. ഇനി അത് കുക്കറിൽ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. വിസിൽ വരാതെ കുക്കർ കുറച്ച് നേരം ഞങ്ങളെ ഒന്ന് ടെൻഷനാക്കി. അത് കഴിഞ്ഞിട്ട് കുക്കറിൽ ഒരു 5 വിസിലടിച്ച് ബീഫ് നല്ലപോലെ വേവിച്ചെടുത്തു. ഞാൻ വിചാരിച്ചു കുക്കർ തുറന്നപ്പോൾ നല്ല മണം വരുന്നുണ്ട് ബീഫ് കറിയുടെ തന്നെ. അപ്പം സംഭവം സെറ്റായോ, തേങ്ങാക്കൊത്തൊന്നും ഇടുന്നില്ലേ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. ബീഫ് നല്ലപോലെ പൂ പോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, ഉപ്പൊക്കെ പാകമായിരുന്നു. ഇനി അടുത്ത പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഇട്ടത് തേങ്ങാക്കൊത്താട്ടോ. തേങ്ങാക്കൊത്ത് ആ വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തിന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പം അതിലേക്ക് കറിവേപ്പിലയും ഇട്ടു. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫിൽ കുറച്ച് ഗ്രേവി കൂടുതലായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് പറ്റിച്ചെടുക്കണം. അത് പറ്റിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആ ഗ്രേവി ആ പാനിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഇളക്കി അത് പറ്റിച്ചെടുത്തു. അത് നല്ലപോലെ തിക്ക് ഗ്രേവി ആയി കഴിഞ്ഞപ്പം അതിലേക്ക് നമ്മൾ ബാക്കി വേവിച്ച് വെച്ചേർന്ന ബീഫും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബീഫ് നല്ലപോലെ വെന്തോണ്ട് അതെല്ലാം പാടെ അതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഗ്രേവി നല്ലപോലെ പറ്റിച്ചെടുത്തിട്ട് ബീഫ് നമ്മൾ ചേർത്തത്. അത് നല്ലപോലെ മിക്സ് ചെയ്ത് പതുക്കെ വരട്ടി അങ്ങ് എടുക്കണം. തീർന്നിട്ടില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് തീർന്നു എന്ന് വിചാരിക്കും, അപ്പോൾ പിന്നെയും തുടങ്ങും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല കുരുമുളക് പൊടിച്ചതും മല്ലിച്ചപ്പും കൂടെ വിതറിയിട്ട് ഒന്ന് അടച്ചു വെച്ചേക്കാം. കഴിക്കാൻ നേരം അത് തുറക്കുമ്പോൾ നല്ല സ്മെല്ല് വരും. കണ്ടപ്പോൾ തന്നെ ഏതൊരു മലയാളീനെയും പോലെ എനിക്കും പൊറോട്ട കഴിക്കാൻ തോന്നി. അങ്ങനെ വാപ്പിച്ച് പോയിട്ട് പൊറോട്ട വാങ്ങിയിട്ട് വന്നു. ഉമ്മച്ചി വാപ്പിച്ച് അത് ചോറിൻ്റെ കൂടെയാട്ടോ കഴിച്ചേ. എന്തിൻ്റെ കൂടെയാണെങ്കിലും നല്ല അടിപൊളി കോമ്പിനേഷൻ. പിറ്റേ ദിവസം ഞാൻ പുട്ടിൻ്റെ കൂടെയും കഴിച്ചായിരുന്നു കേട്ടോ.